ഹായ് ഹലോ ഗായ്സ്. ഞങ്ങളെ രണ്ട് കുരുന്നുകള്. ഒരാളുടെ പേര് മൂത്തയാളുടെ പേര് നൈനിക രാജ്, ഇളയാളുടെ പേര് നിവേദിയ രാജ്. ഇതാണ് ഇളയ കുരുത്തക്കേട്. ഒരു ഹായ് പറ. ഹായ് പറയ്. ഹായ് നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷം അങ്ങോട്ട് പോയി കാണാവേ. പറഞ്ഞാൽ മനസ്സിലാവൂല. നല്ല പച്ചപ്പാണ്. ഇത് ഇവിടുത്തെ ആൾത്താമസമൊക്കെ പിന്നെ ഇത് ഒഴിഞ്ഞെടുക്കുകയാണ്. നല്ലൊരു സീനറി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ 2-3 വീട് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് മൊത്തം കാട് കയറി കിടക്കുക. ചെറിയ തോടുണ്ട്. നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ കടിയൊക്കെ മേടിച്ച് വീട്ടിൽ ചുരുക്കൂടാം. ഞങ്ങള് ഒന്ന് വീഡിയോ എടുക്കാൻ എന്താ ഇതാണ് ഞങ്ങളെ അമ്മൂമ്മ. ഹായ് പറ. നിങ്ങള് വീഡിയോ ഒക്കെ വരും. നാക്ക് വാക്കാത്തിട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാക്ക് വാക്കാത്തിട. ഒരു ഹായ് പറ. ഹായ് ഹായ് അങ്ങനെ വീഡിയോ പിടിക്കും. ചെറിയതുണ്ട വെള്ളമൊക്കെ ഉണ്ടോന്ന് വല്ലപ്പോഴൊക്കെ പോകാം. ചേട്ടനും ഇപ്പം 2-3 വർഷമായി ഇവിടെ വന്നു. ചേട്ടനും ഒക്കെ വന്നപ്പോൾ വെള്ളമില്ലാണ്ട് വെള്ളം ഉണ്ടോ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടാ. ഹായ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറയാം. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഒന്ന് കാണട്ടെ. നമ്മുടെ നാട് ഈ കുഞ്ഞു ചാനലിലോട്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂല്ലേ. എന്തോട്ടോ ഇവിടെയൊക്കെ മരം ഒടിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നോക്കി ആരെങ്കിലുമൊക്കെ എടുത്തിട്ടേക്കുന്നതായിരിക്കും. ലോങ് വീഡിയോ അല്ലേ നമ്മൾക്ക് ഓരോന്നൊക്കെ കണ്ടിട്ട്. ഞാനോ ചുമ്മാ വന്നതാ. എന്താ വെള്ളമുണ്ട് തെന്നി കിടക്കുക കേട്ടോ. ഇറങ്ങണ്ട ഇറങ്ങണ്ട. അല്ല നോക്കി ഇറങ്ങാം. മരം വീണ് കിടപ്പുണ്ട് കേട്ടോ. അല്ലെ സ്റ്റിക്ക് ചെയ്യാൻ പിടിക്കാം. ഇല്ല കുഴപ്പമില്ല. ഞാൻ നോക്കി ഇറങ്ങുക. ചേട്ടൻ നോക്കി ഇറങ്ങേ. പൊട്ടക്കഞ്ചി വെള്ളം ഉണ്ടായിരിക്കുമേ. നോക്കി ലോങ് വീഡിയോ അല്ലേ ചേട്ടാ. മിസ്റ്റേക്കുകൾ അടിച്ചു കൊടുക്കാം. പൊട്ടക്കിണറ് അത് മൂടിക്കിടക്കുക. അതിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ആ വെള്ളമുണ്ട്. പൊട്ടക്കിണറാ. നോക്കിക്കൊണ്ടോ ഈ കിണറ്റില് കണ്ടാ മരം വീണ് കിടക്കുന്നുണ്ടോ. മരമല്ല ഒരു ശിഖരം മുഴുവനായിട്ട് കിടക്കുന്നുണ്ട്. നല്ല തണുപ്പ്. വെള്ളമുണ്ട് വെള്ളമുണ്ട്. എൻ്റെ തുണി നനയും. ഒന്ന് പിടിച്ചേട്ടാ. കുഴിയുണ്ടേ. നല്ല സുഖം. നമ്മളെ ഈ സൈറ്റ് വീടേക്ക് വേണ്ടി മാറ്റിയിട്ടിരുന്നേ. ഇറങ്ങല്ലേ. അപ്പൊ പിടിച്ചു. എന്താ തോടാണ്. എല്ലാം ചേമ്പിന്റെ ചെടി കൊണ്ട് വാങ്ങി കാടായി കാക്കുക. ഗൗരിക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കൊള്ളാൻ പോയി. ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്. വീടിൻ്റെ അടുത്തൂടെ കാണാം. കണ്ടാ ഗൗരിക്ക് താഴെ ഇറങ്ങിക്കൊള്ളാൻ വയ്യ. വയലാണ് ഗൈസ്. വയൽ മൊത്തം കാട് കയറി കിടക്കുക. ഒരാൾ നിന്നാൽ പോലും അറിയത്തില്ല. ഇവിടെ എല്ലാം കൃഷിയാണ്. വാഴ കൃഷി, ചീനി കൃഷി,
ഇതൊന്നും നമ്മുടെ എല്ലാം ഇതുണ്ട്. ഇത് നമ്മളെ പറമ്പല്ല, വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ മഴയും കാറ്റൊക്കെ വന്ന് കുറേ നശിച്ച് കിടക്കുക. ചീനി പോയി, പിന്നെ വാഴ പോയി. നല്ലൊരു സൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഇറങ്ങാൻ പറ്റണ്ടേ, കയറണ്ടേ, തിരിച്ച് കയറണമല്ലോ. ഇറങ്ങിയാൽ തിരിച്ച് കയറണം. കൊച്ചിനെയും കൊണ്ട് ഇറങ്ങുന്നില്ലേ. അതുമല്ല കാടില്ലാത്ത ഭാഗം നോക്കി വേണം ഇറങ്ങാൻ. ചിപ്പായി അപ്പം എടുക്കാം. ചിപ്പായിക്ക് ചേട്ടൻ്റെ അടുത്ത് പോകണ്ടെന്ന് തോന്നുന്നു. ചിപ്പായി അപ്പം എടുക്കാം. അപ്പാടെ ചിപ്പായി ആണിത്. ഇവിടെ ഒരാളുണ്ട്. അപ്പാടെ ചീപ്പ് കൈ കൊടുത്തേ. ആ നല്ല സൈറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വഴി ഇറങ്ങി വന്നാൽ മതിയായിരുന്നു അല്ലേ. ഞാൻ പറഞ്ഞു. പക്ഷെ അതെങ്ങനെ കയറി. അവിടെയും പൊട്ടക്കിണറുണ്ട്. ഇവിടെ എല്ലാം പൊട്ടക്കിണറാണ്. പണ്ട് അവർ കുഴിച്ച കുഴിയാണ്. ഞാനൊന്ന് സീനറി അനുസരിച്ച് പാട്ടൊക്കെ പാട്. വെള്ളത്തെ കൈയിടരുത്. മതി കേറാ. അയ്യേ അമ്മ വാക്കു അറിയുവേ. അതൊന്നും എടുക്കരുത് അമ്മ. ഇല്ല ഇല്ല അമ്മ കട്ട് ചെയ്തോളാം. എന്തൊരു ചേലാണ് എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുത്തമിതാകെ പൂത്തു നിന്നാട്ടെ. പതുക്കെ പതുക്കെ നൈനു നൈനുച്ചേ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് റോഡൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങി വരാറില്ല. മുഖത്തൊക്കെ വെള്ളം കോരി അടിച്ചാ. ഇത് എന്തുവാ ഇത്? പോവാ കുഞ്ഞിന് വയ്യ, അവർക്ക് പനി. കൂട്ടാണ് പുറം മൊത്തവും നനച്ച് ചെവിയിൽ ഒഴിഞ്ഞ വീടാണ്. ഇറങ്ങണ്ടെന്ന് തോന്നുന്നു. പട്ടി അണയ്ക്കുന്നതാണെങ്കിൽ അണയ്ക്കുന്നു. അങ്ങനെ കയറി വരാക്കും പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാ. പോരാത്തിന് എളിയിൽ ഒരാളും കൂടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നടക്കാൻ ഒക്കുന്നില്ല.
എന്തെങ്കിലും ഒന്ന് പറ ചേട്ടാ. അയ്യോ നടന്ന് കുഴഞ്ഞ് ഇനി പറയാനെന്തോ ഈ അമ്മ. ഇപ്പൊ വിചാരിക്കുന്ന ഇറങ്ങണ്ടായിരുന്നില്ലേ? അമ്മ ശരി എന്നാ. ഓക്കേ.